അത്രയ്ക്കൊന്നും തേയല്ലേ. കൊച്ചു കൊച്ചു എമൗണ്ട്സ് ഒക്കെ മതി അല്ലേ? അത് തന്നെ, അത്ര മതി. അതിനകത്ത് 3 മുട്ട വെച്ച് എല്ലാവർക്കും ഇപ്പോഴേ കൊടുക്കാം. ലാസ്റ്റ് ആയിന് കിട്ടിയില്ല എന്നുള്ള രീതിയിൽ സാബുന് ഭയങ്കര പ്രശ്നമാവും. സാബു ഒന്നും ഇങ്ങോട്ട് വരുമോ? എല്ലാവർക്കും ഇപ്പൊ തന്നെ. അപ്പൊ ലാസ്റ്റ് ഒന്ന് വരുന്നുണ്ട്. സാബുവിനോട് കൂടെ അത് ഡിസ്കസ് ചെയ്തിട്ട് വെച്ചോ. അത് അവനെടുക്കാനുള്ള എന്താണ് ഇവക്ക് എന്തോ പറയാനുണ്ട്. എന്താണ് നിങ്ങൾ പിടിക്കോ? 25 മുട്ടയുണ്ടല്ലോ. അപ്പൊ അതില് 3 വെച്ച് എല്ലാവർക്കും കൊടുക്കുന്നതല്ലേ നല്ലത്? കയ്യില് വെച്ചിരുന്ന ചിലപ്പോ എനിക്കറിയില്ല എങ്ങനെയാന്ന്. അയ്യോ അങ്ങനെയാ? ഒന്ന് പിടിച്ചേ. പക്ഷെ നമ്മൾ എവിടെ വെക്കും എനിക്കറിയില്ല. കബോർഡിൽ വെക്കണം. എന്നാ ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ എന്റെ കൂടെ സൂക്ഷിച്ചു. മുട്ടക്കറി വെച്ചാലേ അതിന്നൊരു മുട്ട എടുത്തിട്ടുണ്ട്. അത് എന്നോട് ഒന്ന് ചോദിക്കോ? അങ്ങനെ ഒരു മുട്ടക്കറി, നമുക്ക് മുട്ടക്കറി ഉണ്ടാക്കാം. ചപ്പാത്തി മുട്ടക്കറി. കാരണം വേറെ ഒന്നും ഇല്ല നമ്മളെ കയ്യില്. ഇതില് റേഷൻ അറിയത്തില്ല. ഞാൻ വിചാരിച്ച എന്തോ അറിയാമോ, എനിക്ക് ഈ 3 മുട്ടയും കൂടെ ഒരുമിച്ച് പുഴുങ്ങി തിന്നണമെന്നുണ്ടായിരുന്നു. ബിഗ് ബോസ് ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇങ്ങനെ തന്നതിന്. ഐ വിൽ മിസ് മൈ ബേബി ഗേൾ. എന്റെ മുത്താണ്. ഇത് ഒരുമാതിരി മറ്റേ പരിപാടിയായി പോയി. പക്ഷെ അത് നല്ലതാണ്, എനിക്കിഷ്ടായി. ഇഷ്ടായി. കാരണം എന്താ അറിയോ, എനിക്ക് എന്താ ഇഷ്ടാന്നറിയോ, വിന്നറിന് കിട്ടുന്നതിലാണ് ഇത് ഇപ്പൊ നമുക്ക് എല്ലാവർക്കും വരുന്നത്. വിന്നറിന് ഇപ്പൊ ഇനി കുറച്ച് കിട്ടുന്നുണ്ടെങ്കിൽ അത് നമുക്ക് എല്ലാവർക്കും വീതിച്ച് തരുന്ന കൂട്ടാണ് വിന്നർ. ആലോചിച്ചൊക്കെ ഇത് തേനൊട്ടിയ അവസ്ഥയാണ്. എന്നാലും എന്റെ സ്വപ്നങ്ങളെല്ലാം ബിഗ് ബോസ് മഴ തൂന്തി വിട്ടു. ഞാൻ മറക്കില്ല മല്ലയ്യ ഈ ചതി, ചതി. ഇത് ബിഗ് ബോസ് മോക്കായിട്ട് എനിക്ക് തോന്നുന്നു. പറയേണ്ടിയിരുന്നില്ലായിരുന്നു, മിണ്ടായിരുന്നു. ആദ്യം അറിഞ്ഞാലും ചോദിച്ചാ പണപ്പെട്ടിനെ പറ്റി ദേവി എന്നാ മതിയായിരുന്നു. 3 മുട്ടയിൽ നിന്ന് 1 മുട്ട എടുത്ത് മുട്ടക്കറി ഓക്കെ ആണോ? എല്ലാവരോടും ചോദിക്കുക, അല്ലെങ്കിൽ അല്ലെന്ന് പറഞ്ഞു. അല്ല എനിക്ക് അത്ര ഓക്കെ അല്ല, ഞാൻ എല്ലാവരോടും ചോദിച്ചിട്ട്. അത്ര ഓക്കെ അല്ലെന്നോ? വേണ്ട. നിനക്ക് വേണ്ട, എനിക്ക് ഡിന്നറേ വേണ്ട. അങ്ങനെ പറയരുത്. വേണ്ട എനിക്ക് ഡിന്നർ വേണ്ട. എന്താ? ഞാൻ കഴിച്ചു. ഓക്കെ, എനിക്ക് വലിയ താല്പര്യമില്ല, അതാണ്. എനിക്ക് വേണ്ട. ഓക്കെ, മുട്ടക്കറി വേണോ? ഒരു കാര്യം, ഇവിടെ കൊറേ പക്ഷെ റേഷന്റെ സാധനങ്ങളില്ല. അതുകൊണ്ടാണ് ഞാൻ സവാളയിൽ ഉണ്ടാക്കാന്ന് വിചാരിച്ചേ. നമുക്ക് സവാളയും കടലയും വെച്ച് എന്തെങ്കിലും പരിപാടി ഒപ്പിക്കാൻ പറ്റുമോ? അതൊന്ന് ചോദിക്കുക ക്യാപ്റ്റൻ. ഞാൻ കൊറേ പ്രാവശ്യം ചോദിച്ചോട്ടെ, ഞാൻ എന്ത് ചെയ്യാൻ പറ്റൂ? അത് 3 നേരം വെച്ച് തിന്നാനല്ലേ? കൊള്ളാം. മനസ്സിലായില്ല. അത് ബിഗ് ബോസ് കടത്തിലാണ് ബിഗ് ബോസ് ഇന്ന്. കൊറേ നേരമായിട്ടോ ചോദിക്കുന്നത്. ബിഗ് ബോസ് ശരിയാ, കടത്തില്ല. ചെറിയ കടത്തില്ല, പലിശക്ക് വാങ്ങിച്ചിട്ട് വേണം. ഒന്നും ചർച്ച ചെയ്യണ്ട, ഇതിനെ കുറിച്ചൊന്നും മനസ്സിലായില്ലേ? എനിക്ക് എന്നാ പിന്നെ കടലക്കറി എന്ത് പാടാന്ന്. വാ സാബ്മാൻ, കടലെങ്കി കടല. സാബ്മാൻ ഇത് കഴുകൂ. അതിലേന്ന് വിളിക്കോ? കഴുകണോ? ഇതൊന്ന് ഇത്രയും കഴുതരുമോ? 2, 3, 4, 5, 6 സംഭവത്തിന് വെള്ളം ഒഴിച്ച് അതിൽ വെച്ചിരുന്നാ മതിയാ? അതിങ്ങനെ വെറുതെ കഴുകിട്ട് വന്നാൽ മതിയാ? കഴുകൂട്ടോ.
ഉറുമ്പല്ലേ, കാഴ്ചട്ടി നല്ലതാ. കാലിൽ കൊണ്ടാണ് അവസ്ഥ. പാത്രം കഴുകിയില്ലേ ഒരാരും? നന്നായിട്ട് കഴുകിയില്ല. ഇത് എന്തുവാണ് കൈ കൊണ്ട് ഇങ്ങനെ ഓരോന്നിട്ട് ഇതിലിട് മൊത്തം. അതിലവാ കടലക്കറി. കടലക്കറി അതല്ലേ നീന്തുന്നുണ്ട്. അപ്പൊ അതിനടുത്ത് രക്ഷിക്കാം. മോളെ ഇത് ഇതിൽ കടലക്കറി ഇടും. സോറി, കടല ഇടും. വാ, ഇതിൽ കടല ഇടും. ചിലപ്പോ ഈ പണത്തിന്റെ ഇതില് ബിസി ആയിരിക്കും. ആവശ്യമുള്ളത് കൊണ്ടൊന്ന് തോന്നിക്കാണും. ഇതെങ്ങനെ ആവശ്യമില്ലാന്നോ? അത് ഞാൻ മറ്റേ സംഭവം മോളെ പറച്ചിലോണ്ടായിരിക്കും ബിഗ് ബോസ് തരാത്തത്. മോള് പറഞ്ഞില്ലേ ഫുഡ് കിട്ടിയില്ലാലും കുഴപ്പമൊന്നുമില്ലാന്ന്. എന്തിനാ ഇവിടെ ഇങ്ങനെ പറയണേ? അങ്ങനെയൊക്കെ പറയുന്നത് ചിലപ്പോ സീരിയസ് ഒക്കെ എടുക്കും. ഇവളെ അന്ന് ലാലേട്ടൻ പറഞ്ഞേ ഉള്ളത് കട്ട് ചെയ്യുന്നു പറഞ്ഞു. അപ്പൊ ഇവള് പറയാം അത് തന്നെ വേണം, അങ്ങനെ തന്നെ വേണം എന്നൊക്കെ. പിന്നെ ഫുഡ് ഇല്ലാണ്ടിരിക്കുമ്പോ മനസ്സിലാവും. പാലെടുത്ത് സൂക്ഷിക്കണം. ഫുഡ് പിന്നെ എന്റെ വാക്കായിട്ട് ബിഗ് ബോസ് തരാതിരിക്കല്ലേ? ചില കാര്യങ്ങളൊക്കെ കേൾക്കാൻ പറ്റും. ഞാൻ പറഞ്ഞേ കേക്കെ. ഓ മോള് കിട്ടും. നമുക്ക് കുറച്ച് എളുപ്പമാണെന്ന് തോന്നിക്കാണും. അങ്ങനെ എളുപ്പമാക്കാൻ പറ്റില്ലല്ലോ. ഇവിടെ വന്നിട്ട് സത്യം സുഖാസനല്ലേ വന്നത്? ഇവിടെ കിട്ടിയാലും നമ്മൾ കഷ്ടപ്പെടുന്നവരെ കാണിക്കണം. അത് ചിന്ത എല്ലാവർക്കും വേണം. കുറച്ചിട്ടാ പറയുന്നതൊക്കെ ആരും കേൾക്കൂല. ചിക്കൻ തരാണ്. ചിക്കൻ്റെ ഒന്നും ആവശ്യമില്ല. അത് തന്നെ ഒരാളോട് പ്രാങ്ക് ചെയ്ത നോൺ വെജ് ഇട്ടെന്നൊക്കെ പറഞ്ഞ പറ്റിച്ചു. അത് നിങ്ങളുടെ കയ്യിലുള്ള ആ ചോക്ലേറ്റ് മേടിച്ചെടുക്കാം. ഞാനല്ല, ബിഗ് ബോസ് അല്ലേ. ബിഗ് ബോസ് അല്ല തരാത്തത്. നല്ല ആശ തരരുത് കേട്ടോ. ബിഗ് ബോസ് ബിഗ് ബോസ് അല്ല തരാത്തത്. ബിഗ് ബോസ് തന്നിരിക്കും. അതെ, ചെയ്യിപ്പിക്കാൻ വേണ്ടിയുള്ള പരിപാടി. ബിഗ് ബോസിനോട് ചോദിച്ചു നോക്ക്. ബിഗ് ബോസിനോട് ചോദിച്ചു നോക്ക്. ബിഗ് ബോസ് മൊത്തത്തിൽ പ്രാങ്ക് ആയിരുന്നു ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. എന്റെ പ്രാങ്ക് ഏതാണോ സംശയം എനിക്ക്. കടുപ്പിട്ടില്ലെങ്കിൽ മോളെ ഞാൻ കടുപ്പായിട്ട് വറുത്തെടുക്കും. എനിക്കറിയാം. അല്ല, കടലമണി പോലത്തെ അനുമോളായിപ്പോ. 10,000 വന്നു. എല്ലാ ദിവസവും മണിക്കൂർ ഇടവിട്ട് 10,000 വിടാം. പൈസ ഒന്നും വേണ്ട. പണപ്പട്ടി ഒന്ന് വിടാൻ ജീവിക്കാൻ വന്നാണ്. അല്ല, ഞാൻ ടാസ്കിന്ന് മാറി നിക്കാം. ടാസ്ക് ആണോ? ടാസ്കിന്ന് മാറിക്കാൻ പറ്റുമോ ബിഗ് ബോസ് തരുമ്പോ? ലാലേട്ടാ, എനിക്ക് പൈസ ഒന്നും വേണ്ട. ഞാനിവിടെ ജീവിക്കാൻ വന്നതാണ്. കിടക്കുന്ന പൈസ വരാൻ അനീഷേട്ടൻ. എനിക്കിവിടെ ഇറങ്ങിയിട്ട് ജീവിക്കണം. അത് ട്രോളായി വരും. ടാസ്ക് അല്ല, ടാസ്കിന്ന് മാറിക്കാൻ പറ്റില്ലല്ലോ. പങ്കിട്ട് ബാക്കിയുള്ളവർക്കൊക്കെ എത്ര വേണം അതിലേക്ക്? എല്ലാവർക്കും എനിക്ക് 1,510 രൂപയാണ് കിട്ടിയത്. എല്ലാവർക്കും ഈക്വൽ കൊടുത്തു. പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് അതുപോലെ അതിൽ പിന്നെന്ത്